എല്ലാവർക്കും നമസ്കാരം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഡയമണ്ട് കട്ട്സ്. അത് ബാക്കി വരുന്ന ചപ്പാത്തിയെ എങ്ങനെ ഈ തരത്തിലാക്കിയെടുക്കാമെന്ന് നോക്കാം. ചപ്പാത്തിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടൊക്കെ കഴിക്കാനാണെങ്കിൽ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ ഹാർഡായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഡയമണ്ട് കട്ട്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഒരു 4 മണിക്ക് ചായയുടെ കൂടെയോ അല്ലാതെയും വെറുതെ ആണെങ്കിലും കഴിക്കാം. ചിലർ കൊത്തു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഷേപ്പിൽ തന്നെ കിട്ടണമെന്നൊന്നുമില്ല, ചെറിയ പീസായിട്ട് മുറിച്ചെടുത്താലും മതി. ഡയമണ്ട് കട്ട്സ് ആകുമ്പോൾ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചത്. ഇനി ഇതെല്ലാം വറുത്തെടുക്കണം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറേശ്ശെ ഇട്ട് വറുത്ത് പോരാം. വറുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ചപ്പാത്തിയാണല്ലോ, അപ്പോൾ വെന്ത് കഴിഞ്ഞ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഇട്ടുകൊണ്ടിരിക്കണ്ട, പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടി മൂത്ത് വരും, ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ ഇതിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല കിലുകിലാന്ന ശബ്ദം കേട്ടോ. അപ്പോൾ അതുപോലെ വറുത്തെടുക്കണം. വറുത്തത് അങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് പാവ് കാച്ചി എടുക്കുന്നുണ്ട്. 2 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം പഞ്ചസാര. അപ്പോൾ ഇത് നന്നായി മെൽറ്റായിട്ടുണ്ട്, തിളച്ച് വന്നു. ഇനി ഡയമണ്ട് കട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഷുഗറൊന്നും ഇതുമ്മലേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിൽ, അതായത് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ ആവില്ല. നിങ്ങൾക്ക് ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ പഞ്ചസാര ആദ്യം ഇട്ട് മെൽറ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്നിടം വരെ അത് മെൽറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക. അപ്പോൾ അതുമ്മ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ഗ്ലേസിങ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അത് കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിലല്ല. ഇത് സാധാരണ ഇത് ഷുഗർ ചേർക്കാത്തതാണ്. ഇപ്പോൾ ചപ്പാത്തി കൊണ്ടുണ്ടാക്കിയതല്ലേ ചപ്പാത്തിയുടെ ടേസ്റ്റ് ആയിരിക്കുമോ എന്നൊന്നും വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.